ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശകുനി, ദുര്യോധനൻ തുടങ്ങിയ കൗരവർ ചൂതുകളിയിൽ യുധിഷ്ഠിര മഹാരാജാവിനെ തോൽപ്പിച്ച് ദ്രൗപദിയെ ദാസിയാക്കി മാറ്റി. കർണൻ ദ്രൗപദിയോടായി പറഞ്ഞു, എടോ പാഞ്ചാലി, നീ ദാസിയായ നിലയ്ക്ക് ഇനി നിന്റെ സ്വാമി ദുര്യോധനനാണ്, പാണ്ഡവന്മാരല്ല. നീ പോയി ദുര്യോധന മഹാരാജാവിൻ്റെ പരിവാരങ്ങളോട് കൂടെ ചേരുക. അതാണ് ഇനി നിന്റെ ഉത്തമമായ മാർഗം. നീ ധൃതരാഷ്ട്രപുത്രന്മാരിൽ ഒരാളെ വിവാഹം കഴിക്കുക. ഇനി ജനനം കൊണ്ടുള്ള നിന്റെ യോഗ്യതയെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. ഈ സമയത്ത് ദുര്യോധനൻ പാഞ്ചാലിയെ പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് താൻ ഉടുത്തിരിക്കുന്ന വസ്ത്രം നീക്കി തുമ്പിക്കരം പോലെ നീണ്ടുരുണ്ട് മനോഹരമായി വജ്രം പോലെ കഠിനമായി ലക്ഷണമൊത്ത് ശോഭിക്കുന്ന ഇടത്തെ തുട പാഞ്ചാലി നോക്കി നിൽക്കെ നഗ്നമായി കാണിച്ച് തുടയിൽ തട്ടിക്കൊണ്ട് ഭീമസേനൻ്റെ മുഖത്തു നോക്കി വിജയഭാവത്തിൽ ചിരിച്ചു. ദ്രൗപദി, നീ ഇവിടെ വന്നിരിക്കൂ എന്ന ഭാവത്തിൽ. ഇത് കണ്ടപ്പോൾ കത്തിജ്വലിക്കുന്ന കോപത്തോടെ കണ്ണുരുട്ടി ആ സഭ മുഴുവൻ മാറ്റൊലി കൊള്ളുമാറ് ഗർജിച്ചുകൊണ്ട് ഭീമൻ പറഞ്ഞു, എടോ ദുര്യോധന, യുദ്ധത്തിൽ നിന്റെ ഈ തുട ഞാൻ എൻ്റെ ഗദ കൊണ്ട് അടിച്ചുടയ്ക്കാതിരുന്നാൽ എനിക്ക് പിതൃലോകം ലഭിക്കാതെ പോകട്ടെ. ക്രോധം നിറഞ്ഞ ഭീമൻ ഇപ്രകാരം ശപഥം ചെയ്തപ്പോൾ ഭീമൻ്റെ സർവ്വസ്രോതസ്സുകളിൽ നിന്നും തീ പിടിച്ച മരത്തിൻ്റെ പൊത്തുകളിൽ നിന്നെന്ന പോലെ അഗ്നിജ്വാല പുറപ്പെട്ടു. ദുര്യോധനൻ ഇത് കേട്ടു പറഞ്ഞു, ഭീമാർജുനന്മാരും നകുല സഹദേവന്മാരും പറയട്ടെ, യുധിഷ്ഠിരൻ തങ്ങളുടെ സ്വാമിയല്ല എന്ന്. എന്നാൽ പാഞ്ചാലിയുടെ ദാസ്യത്തെ ഞാൻ ഒഴിവാക്കാം. ഇത് കേട്ട് അർജുനൻ പറഞ്ഞു, മഹാത്മാവായ യുധിഷ്ഠിരൻ ചൂതിനു മുൻപ് പാണ്ഡവന്മാരുടെയെല്ലാം സ്വാമി തന്നെയാണ്. എന്നാൽ അദ്ദേഹം പരാജിതനായതിൽ പിന്നെ ആരുടെയെങ്കിലും സ്വാമിയാണോ എന്ന് കൗരവന്മാർ തന്നെ ഉത്തരം പറയട്ടെ. കാര്യങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലുമെത്താതെ ഇത്തരം വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കെ ധൃതരാഷ്ട്ര രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഭയങ്കരമായ ദുശ്ശകുനങ്ങൾ ഉണ്ടായി. കുറുക്കന്മാർ ഓരിയിടുക, അസംഖ്യം കഴുതകൾ ഒരുമിച്ച് കരയുക, ശവംതീനികളായ കഴുതകൾ ചുറ്റിപ്പറക്കുക. ഇങ്ങനെ ഘോരമായ ശബ്ദങ്ങൾ കേട്ടപ്പോൾ വിതുരരും ഗാന്ധാരിയും അത് കേട്ട് നടുങ്ങിപ്പോയി. അവർ ധൃതരാഷ്ട്ര രാജാവിനെ സംഭവം അറിയിച്ചു. ഘോരമായ ദുഃഖങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന വർത്തമാനം കേട്ട് ധൃതരാഷ്ട്രരും ഭയപ്പെട്ടുപോയി. ധൃതരാഷ്ട്രർ പറഞ്ഞു, എടോ ദുര്യോധന, നീ നിന്റെ ദുർബുദ്ധി കൊണ്ട് നശിച്ചു. കുരുശ്രേഷ്ഠന്മാർ നിറഞ്ഞ സദസ്സിൽ വെച്ചോ നീ സ്ത്രീയെക്കുറിച്ച് തർക്കിക്കുന്നത്, വിശേഷിച്ചും അത് ദ്രൗപദി ദേവിയെക്കുറിച്ച്? ഇങ്ങനെ ദുര്യോധനനെ ശാസിച്ച ശേഷം ബുദ്ധിമാനായ ധൃതരാഷ്ട്രൻ ബുദ്ധിക്ഷയം വെടിഞ്ഞ് ഹിതത്തെ അഭിലഷിച്ച് പാഞ്ചാലിയെ സാന്ത്വനം ചെയ്ത് ഇങ്ങനെ പറഞ്ഞു, പാഞ്ചാലി, നീ എൻ്റെ പുത്രവധുക്കളിൽ ഏറ്റവും ശ്രേഷ്ഠയും ഏറ്റവും ധർമ്മിഷ്ഠയും സാത്വികിയുമാണ്. നീ എന്നോട് ഇഷ്ടമായ വരം വാങ്ങുക. ദ്രൗപദി പറഞ്ഞു, അങ്ങെനിക്ക് വരം തരുകയാണെങ്കിൽ ഞാൻ സ്വീകരിക്കാം. ശ്രീമാനും ധർമ്മിഷ്ഠനുമായ യുധിഷ്ഠിരൻ ദാസ്യത്തിൽ നിന്നും മുക്തനാകണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ധൃതരാഷ്ട്രർ പറഞ്ഞു, കല്യാണി, നീ പ്രാർത്ഥിച്ച പോലെ ഞാൻ വരം നൽകിയിരിക്കുന്നു. രണ്ടാമതും ഒരു വരം നിനക്ക് നൽകാം ഭദ്രേ, അതും നീ വരിക്കുക. ദ്രൗപദി പറഞ്ഞു, രഥങ്ങളോടും ആയുധങ്ങളോടും കൂടി ഭീമാർജുനന്മാരും നകുല സഹദേവന്മാരും ദാസ്യത്തിൽ നിന്നൊഴിഞ്ഞ് സ്വതന്ത്രരാകുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ധൃതരാഷ്ട്രർ പറഞ്ഞു, അങ്ങനെ ഭവിക്കട്ടെ മഹാഭാഗേ, മകളെ, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. മൂന്നാമതും ഞാൻ നിനക്ക് വരം തരാൻ ആഗ്രഹിക്കുന്നു. ദ്രൗപദി, നീ വരം വാങ്ങിച്ചാലും. ഇത് കേട്ട് ദ്രൗപദി പറഞ്ഞു, ഇനി ഒരു വരം എനിക്ക് വേണ്ട. മൂന്നാമത് വരം വാങ്ങുന്നതിന് ഞാൻ യോഗ്യയല്ല. വൈശ്യന് ഒരു വരം, ക്ഷത്രിയ സ്ത്രീക്ക് 2 വരം, 3 വരം രാജാക്കന്മാർക്കാണ്, ബ്രാഹ്മണർക്ക് 100 വരം വരെ ആവാം. അതുകൊണ്ട് ഇനി വരം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി നേടേണ്ടതെല്ലാം എൻ്റെ ഭർത്താക്കന്മാർ നേടുന്നതായിരിക്കും. ദ്രൗപദി ഇങ്ങനെ പറഞ്ഞപ്പോൾ കർണൻ പറഞ്ഞു, ഈ ലോകത്തിൽ നാം കേട്ട സുന്ദരികളിൽ ഒരുത്തി പോലും ഇപ്രകാരം ഒരു മഹത് കൃത്യം ചെയ്തതായി ഞാൻ കേട്ടിട്ടില്ല. ചൂതിൽ താൻ തോൽപ്പിച്ച് ദാസന്മാരാക്കിയ പാണ്ഡവരെ ധൃതരാഷ്ട്രർ മോചിപ്പിച്ചു എന്നറിഞ്ഞ ശകുനി വീണ്ടും ഒരു ചൂതുകളിക്കായി യുധിഷ്ഠിര മഹാരാജാവിനെ വെല്ലുവിളിക്കുകയാണ്.
മഹാരാജാവായതിനാൽ ആ വെല്ലുവിളിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ യുധിഷ്ഠിര മഹാരാജാവിനും ആകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശകുനി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ചൂത് കളിക്കാനായി യുധിഷ്ഠിര മഹാരാജാവിനെ വിളിക്കുകയാണ്. ഇത്തവണ പണം, ധനം, സമ്പത്ത് തുടങ്ങിയവ പന്തയം വെച്ചുള്ള ഒരു കളി വേണ്ട. ഇനി തോൽക്കുന്നത് ആരായാലും 12 വർഷം കാട്ടിൽ വസിക്കണം. 13ാമത്തെ ആ ഒരു വർഷം ജനമധ്യത്തിൽ ആരും അറിയാതെ വസിക്കണം. ഈ നിശ്ചയത്തോടെ ഇനി കളിക്കാം രാജാവേ. വീണ്ടും യുധിഷ്ഠിര രാജാവും ശകുനിയും കളി ആരംഭിച്ചതും യുധിഷ്ഠിര മഹാരാജാവിനെ ഇത്തവണയും ചതിയിലൂടെ യുധിഷ്ഠിര മഹാരാജാവിനെ തോൽപ്പിക്കുകയായിരുന്നു ശകുനി. ഹരേ കൃഷ്ണ.